ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജെംസ് കോളേജിലെ ഫുഡ് ഫെസ്റ്റിവലാണ്. അപ്പം ഞങ്ങൾ ഈ റെഗുലർ സ്റ്റുഡൻസിൻ്റെ കൂടെ ഞങ്ങൾ ഈ ലേണേഴ്സിനും ഒരു സ്റ്റാള് തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കഴിവും കാണിക്കാൻ വേണ്ടിയിട്ട് സാറ് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഞാനുണ്ടാക്കിയ ഐറ്റങ്ങളാണ് ഇതെല്ലാം. ഫുഡ് ഫെസ്റ്റിന് മിൽക്ക് കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ തലേന്ന് തന്നെ കേക്ക് ഉണ്ടാക്കി വെക്കുകയാണ്. 6 മുട്ട കൊണ്ടാണ് മിൽക്ക് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. മിൽക്ക് കേക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പേയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 6 മുട്ടയിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വനില എസൻസ് ഒഴിക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ വനില എസൻസ് 1.5 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1.5 കപ്പ് മൈദയും 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാറ്റർ ഒന്ന് ലൂസായി കിട്ടാനും കേക്ക് സോഫ്റ്റ് ആവാനും 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ടിന്നൊക്കെ ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചതിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 കേക്ക് ടിന്നിലായിട്ട് ഓവനിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഞാൻ ഈ ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിന്ന് രണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരേ സമയം ബേക്കായി കിട്ടും. ഇപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി ബേക്കായി വന്നിട്ടുണ്ട്. 25 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. കേക്ക് നന്നായി തണുത്തതിന് ശേഷം ടിന്നിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തെടുക്കുകയാണ്. ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് ഞാനിതൊരു നല്ലൊരു കണ്ടെയ്നറിലാക്കി അടച്ചു വെക്കുകയാണ്. ഇങ്ങനെ തലേന്ന് തന്നെ കേക്ക് ഉണ്ടാക്കി വെച്ചാൽ കേക്കിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മിൽക്ക് കേക്കോ ഏത് കേക്ക് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. ഇത് മിൽക്ക് കേക്ക് ആയതുകൊണ്ട് നമ്മൾ മിൽക്ക് റെഡിയാക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ അമൂലിൻ്റെ ഈ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള തരം മിൽക്കാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടിന്ന് ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഫ്രഷ് ക്രീം മുഴുവനും ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഏകദേശം 1 ടിന്നോളം മിൽക്ക് മെയ്ഡ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കേക്കിൻ്റെ മുകൾ ഭാഗത്തുള്ള കുറച്ച് ബ്രൗൺ കളറായത് ഞാൻ ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഞാൻ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്ക്വയർ ഡിഷിലേക്കാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഹോൾസ് ആക്കി കൊടുക്കണം. മിൽക്ക് ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലണം. എന്നിട്ട് നന്നായിട്ട് സോക്കായി വരണം. ഞാനിപ്പോൾ മിൽക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. 2 സ്ക്വയർ ഡിഷിലാണ് ഞാനിത് ആക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. അതവിടെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു. ഇനി കുറച്ച് മസാലകളൊക്കെ ഉണ്ടാക്കുകയാണ് അടുത്ത ഐറ്റത്തിൻ്റെ. അതിനായിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില വഴറ്റി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ചെമ്മീൻ വലിയ ചെമ്മീനാണ്, ചെറുതായി മുറിച്ചിട്ട് മഞ്ഞളും ഉപ്പും ചേർത്ത് വെള്ളമൊഴിക്കാതെ വേവിച്ച് വറ്റിച്ചെടുത്തത് ചേർത്ത് കൊടുത്ത് മല്ലിയില ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഇപ്പുറത്ത് വേറൊരു മസാലയും കൂടി ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഇതും ചെറിയുള്ളിയാണ്. ചെറിയുള്ളി കുറച്ചധികം ഒരു കപ്പ് ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കൂന്തൽ മസാലയ്ക്കാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂന്തലിൻ്റെ ചിറക് വെട്ടിയതും ചേർത്ത് വേവിച്ചതിൻ്റെ ശേഷം തേങ്ങ ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂന്തൽ നിറച്ചതിൻ്റെ മസാലയും ചെമ്മീൻ പത്തലിൻ്റെ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 2 റെസിപ്പിയും ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂന്തൽ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സോക്കായ കേക്കിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിത് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ്. കൂന്തൽ ഞാൻ ഫില്ല് ചെയ്ത് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കണം. രാവിലെ ഞാനിത് ഫ്രൈ ആക്കുള്ളൂ. ഇതൊക്കെ തലേന്ന് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുക്കങ്ങളാണ്. ഇനിയിപ്പോൾ ദാ ഞാൻ കുറച്ച് കല്ലുമക്കായൻ്റെ മസാലയും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിയില ഒക്കെ ഇട്ട് ഉള്ളി വഴറ്റി വെച്ചതിൻ്റെ ശേഷം കല്ലുമക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തതിൻ്റെ ശേഷം ഞാനിത് മിക്സാക്കി എടുത്തിട്ടുള്ളത്.
ഇനി രാവിലെ നേരത്തെ തന്നെ നമ്മുടെ ചെമ്മീൻ പത്തൽ ആവിയിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അടുക്ക് റൊട്ടി, കല്ലുമക്കായ ഫിൽഡ് അടുക്ക് റൊട്ടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. നടുവിലാണ് ഞാൻ കല്ലുമക്കായൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെയറായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പീസ് എല്ലാത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇതിൻ്റെ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, പെട്ടെന്ന് കാണിച്ചു പോവുകയാണ്. ഓരോ ലെയറും നമ്മൾ ഈ ആവിച്ചെമ്പ് അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കണം. ഇടയിൽ ഇതേപോലെ ഗീ ആക്കി കൊടുക്കണം. 2-3 ലെയർ ഒഴിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫില്ലിങ് വെച്ചതിൻ്റെ ശേഷം പിന്നെ മുകളിൽ ഒഴിച്ച് കൊടുത്ത് 2-3 ലെയർ ആക്കി ഇതുപോലെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി വെന്തതിൻ്റെ ശേഷം ഒന്ന് കുത്തി നോക്കിയിട്ട്, ഫോർക്ക് കൊണ്ട് കുത്തി നോക്കിയിട്ട് പുറത്ത് നന്നായിട്ട് തണുക്കാൻ വെച്ചതിൻ്റെ ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കാൻ. അതിൻ്റെ ഇടയിൽ കട്ട്ലേറ്റിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. ആ മസാല എടുത്ത് ഉരുട്ടി കട്ട്ലേറ്റൊക്കെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കൂന്തൽ ഫ്രൈ ചെയ്യാൻ. ഏറ്റവും ലാസ്റ്റ് കൂന്തലാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഒക്കെ ഞാൻ കാസറോളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് കോളേജിലേക്ക് കൊണ്ടുപോകണം. 11:30 ആകുമ്പോഴേക്കും ജഡ്ജസ് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോളേജിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. ഞാനവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ വന്ന് അവിടെ ഡെക്കറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റാളിൻ്റെ പേര് സ്നാക്കോപീഡിയ എന്നാണ്. എല്ലാവരും 2, 3, 4 ഐറ്റമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പലരും നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാൾ നമുക്ക് ക്രമീകരിക്കാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ കുക്കിങ്ങിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളതെങ്കിൽ മറ്റുള്ളവരൊക്കെ ഇത് ഡെക്കറേഷനിലും ഒരുപാട് സാധനങ്ങളൊക്കെ എഴുതാനും പിന്നെ ഇതുപോലെ പേരെല്ലാം വലിയ ലീഫിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും കൂടും ഒത്തൊരുമയിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റാളിൽ ടോട്ടൽ 38 ഐറ്റം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഐറ്റമുള്ള സ്റ്റാൾ നമ്മുടേതാണ്. ഉപ്പിലിട്ടതും പുഡിങ്സും കേക്കും പലതരം ഫ്രൈഡ് ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്രൗണീസ്, ഡോണറ്റ്സ്, ചട്ടിപ്പത്തിരി, മോമോസ്, അങ്ങനെ ഒരുപാട് ചിക്കൻ കൊണ്ടാട്ടം, ബ്രെഡ് പോക്കറ്റ്, ഉണ്ണിയപ്പം, ഉന്നക്കായ, ഒരുപാട് ഐറ്റങ്ങളുണ്ട്. കപ്പയും ബീഫും. എനിക്ക് പേരെടുത്ത് ചിലതൊന്നും പേര് തന്നെ കിട്ടുന്നില്ല. ഒരുപാട് പല വെറൈറ്റി പുഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മുടെ സ്റ്റാൾ കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. നല്ല റഷായിരുന്നു. ഇപ്പോൾ ഇതാ ജഡ്ജസ് വന്നിട്ട് അവരാകെ കൺഫ്യൂഷനിലാണ് ഏതെടുക്കും ഏത് കഴിക്കും എന്നുള്ളത്. ഞങ്ങളുടെ സ്റ്റാള് 2ാമത്തെ നമ്പറാണ്. ഇനിയും ഒരുപാട് സ്റ്റാളുകളുണ്ട്. ടോട്ടൽ ഒരു 10 സ്റ്റാളെങ്കിലും ഉണ്ടാവും. എനിക്ക് മറ്റു സ്റ്റാളുകളിലൊന്നും പോയി നോക്കാൻ ഒഴിവ് കിട്ടിയിട്ടില്ല. ഭയങ്കര ബിസിയായിപ്പോയി ഇതെല്ലാം റെഡിയാക്കുന്നതൊക്കെ സെറ്റാക്കുന്നതിലൊക്കെ. ഏതായാലും ജഡ്ജസൊക്കെ നമ്മുടെ ഐറ്റത്തിന് നല്ല കമൻസാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും മിസ്സിൻ്റെ കൂടെ നിന്നിട്ട് സ്നാക്കോപീഡിയയിൽ നിന്ന് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കാണ്. എല്ലാവരും മാറി മാറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. സെയിൽ ഞങ്ങൾ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾക്കൊരു ചീഫ് ഗസ്റ്റും കൂടി ഉണ്ട്. ഇയാളൊരു യൂട്യൂബറാണ്. പേര് ഞാൻ മറന്നുപോയി. അപ്പം അവർക്ക് മിൽക്ക് കേക്കും നമ്മുടെ പുഡിങ്ങും ഒക്കെ കൊടുക്കുകയാണ്. നല്ല അഭിപ്രായമാണ് അയാൾ മിൽക്ക് കേക്കിനൊക്കെ പറഞ്ഞിട്ടുള്ളത്. പുഡിങ്ങിനും ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അവരതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാവർക്കും മുഴുവനും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് സ്റ്റാളുകളിൽ ഇറങ്ങി നോക്കിയിട്ട് എല്ലാം കഴിച്ച് നോക്കണ്ടേ. അതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങളുടെ അടുത്ത് കുട്ടികളും കോളേജിലുള്ള ടീച്ചേഴ്സൊക്കെ ഒരുപാട് ഐറ്റം ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർഡർ എടുക്കുന്നുണ്ടായിരുന്നു. ഓർഡർ എടുത്ത് ഒക്കെ പേരെഴുതി വെക്കുന്നുണ്ട്. ജഡ്ജസിന് എൻ്റെ മിൽക്ക് കേക്ക് കൊടുക്കുകയാണ്. അവരൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ ഈ മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്റ്റാളിൻ്റെ മുമ്പിൽ നല്ല തിരക്കാണ്. എല്ലാവരും ഫുഡ് കഴിക്കാൻ കിട്ടാത്തൊരു ടെൻഷനിൽ നിൽക്കുകയാണ്. ജഡ്ജസിൻ്റെ എല്ലാ ജഡ്ജസും നോക്കിയതിൻ്റെ ശേഷം മാത്രമേ സെയിൽ പാടുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവരെല്ലാവരും പോയിട്ട് വേണം സെയിലിന് എല്ലാ സാധനങ്ങളും ഐറ്റംസൊക്കെ വിൽക്കാൻ. പിന്നെ അവിടെ നടന്നത് ഒരു പൂര തിരക്കായിരുന്നു. ഈ ഐറ്റംസ് കൊടുക്കേണ്ടതൊക്കെ ഭയങ്കര തിരക്കിലായിപ്പോയി.
ഐറ്റംസ് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ സെയിലായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ സ്റ്റാളിൽ കൂടി നടക്കാൻ തുടങ്ങി. അവിടെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓരോ ഷോപ്പിലും ഇതൊരു കള്ള് ഷാപ്പ് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോളുകളുമുണ്ട്. ചിലതിലൊക്കെ ഐറ്റംസ് ഉണ്ട്, ചിലതിലൊക്കെ കുറേ കഴിഞ്ഞിട്ടുമുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കുട്ടികൾ സ്റ്റോൾ അറേഞ്ച് ചെയ്തത് കാണാൻ. പല തീമിലാണ് അവർ ഓരോന്ന് ചെയ്തിട്ടുള്ളത്. ഞാൻ പിന്നെ ഒന്നും വാങ്ങി കഴിച്ചില്ല, കാരണം തലേന്ന് തൊട്ട് തന്നെ നല്ലോണം ഒരുപാട് ഈ സ്നാക്ക് ഉണ്ടാക്കുന്ന പണിയിലായതുകൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ വേണ്ട. അങ്ങനെ കുറേ ഉണ്ടാക്കി എനിക്ക് പിന്നെ അന്ന് കഴിക്കാൻ തന്നെ വേണ്ട. പിന്നെയാണ് ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ട് പിന്നെ കഴിച്ചു നോക്കുകയുള്ളൂ. ഒരു സ്റ്റാളിൽ ഞങ്ങൾ പോയപ്പം വലിയ മീനിൻ്റെ തല മുളകിട്ട കറിയുണ്ട്. പിന്നെ ഒരു സ്റ്റാളിൽ വലിയ ചെമ്പല്ലി മീനാന്ന് തോന്നുന്നുണ്ട്, അത് ചുട്ടത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ള സ്റ്റോളുണ്ട്. എല്ലാം കുറേ വിൽപ്പന കഴിഞ്ഞതുകൊണ്ട് ഒന്നിൻ്റെ വീഡിയോസ് കറക്റ്റായിട്ട് എനിക്ക് എടുക്കാനും പറ്റിയിട്ടില്ല. എന്നാൽ നല്ല തിരക്കാണ്. കുട്ടികളെല്ലാവരും കൂടി നിന്നിട്ട് വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ തന്നെ പറ്റുന്നില്ല. പിന്നെ നല്ല രസത്തിൽ ഓരോ സ്റ്റോളും അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ കുട്ടികൾക്കും ഓരോ ഡ്യൂട്ടി ആയിട്ടാണ് ഉള്ളത്. ചിലർ പൈസ വാങ്ങി വെക്കുക, ചിലർ പല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ആ ചെമ്പല്ലി മീൻ. അതിൻ്റെ മീനിൻ്റെ മുള്ളു മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ അനൗൺസ്മെൻറ്റ് വന്നു. എനിക്ക് ബെസ്റ്റ് ഐറ്റത്തിനുള്ള കപ്പ് എനിക്ക് കിട്ടി. ബെസ്റ്റ് സെല്ലർ സ്റ്റാളിനുള്ള കപ്പ് ഞങ്ങൾക്കാണ് കിട്ടിയത്. ഞങ്ങളുടെ മിസ്സാണത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വീഡിയോ എടുക്കുകയാണ്. 2 പ്രൈസ് ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോളേജിലെ ഫുഡ് ഫെസ്റ്റിൻ്റെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി വിഭവമായി വരുന്നത് വരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്